യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഔദ്യോഗികമായ വളരെയധികം പ്രവചനങ്ങൾ ഉണ്ടായി. അതവിടെ ഇരിക്കട്ടെ. ഈ നിൽക്കുന്ന ഞാനും ഈ മൈക്കാവിലെ സകല ജനങ്ങളും ഏതാണ്ട് 760 കോടി ജനങ്ങൾ വരുന്ന ഈ ലോകത്തില് അതിനു മുമ്പ് കോടി ജനങ്ങൾ ജനിച്ച് മരണപ്പെട്ട ഈ ലോകത്ത് ഇനിയും ജനിക്കാനിരിക്കുന്ന അനേകായിരങ്ങളെല്ലാം പിറന്നു വീണത് നമ്മുടെയൊക്കെ മാതാവിന്റെ ഉദരത്തിൽ നിന്നാണ്. പക്ഷെ അതിനുശേഷം ഉദരത്തിലായിരുന്ന കുട്ടി പ്രസവിച്ചു കഴിഞ്ഞ് പ്രസവത്തോടുകൂടിയാണ് ഈ കുഞ്ഞു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയുക, അത് ഉറപ്പുവരുത്തുക. എത്ര ശാസ്ത്രം വളർന്നാലും ശരി, അമ്മ കുഞ്ഞിനെ പ്രസവിക്കണം, കുട്ടിയാണോ പെണ്ണോ എന്നറിയാൻ. അതിനുശേഷമാണ് കുഞ്ഞിന് പേരിടുന്നത്. എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചത്. അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്കപ്പുറത്ത് യേശുക്രിസ്തു ആരാണ്, എവിടെ ജനിക്കണം, എന്ത് പേര് കൊടുക്കണമെന്ന് അവിടെ ദൈവം തമ്പുരാൻ നിർദ്ദേശിക്കപ്പെട്ട പ്രവചനങ്ങൾ ഉണ്ടായി. എന്താണ് പ്രവചനം? യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഇതാ നിങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നിങ്ങൾക്കായി ഒരു പുത്രനെ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മരണീയനായ ഭരണകർത്താവ്, ശക്തനായ ദൈവം, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ യേശുക്രിസ്തുവിന് ജനിക്കുന്നതിന് മുമ്പ് യഹൂദ രാജ്യത്ത് പടർന്നുകൊണ്ടിരുന്ന സമയത്താണ് ആ നാട്ടിലെ ജനങ്ങൾ ഈ രക്ഷകൻ ഞങ്ങളുടെ യഹൂദ രാജ്യത്താണ് പിറക്കാൻ പോകുന്നത് എന്നുള്ള അഭിമാനപൂർവ്വം അവരവനെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. അവരവനെ സ്വീകരിക്കാൻ തയ്യാറായി ഒരുക്കത്തോടു കൂടിയിരുന്ന ഒരു കാലഘട്ടമാണ് എന്നാണ് അന്ന് യാത്രസഞ്ചാരകനായ ടാസിറ്റ് എന്ന ചരിത്രകാരൻ തന്റെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ സംഭവം ആവിർഭവിക്കുകയാണ്. ബെത്ലഹേമിൽ ഒരു ദിവസം ഒരു സായം സന്ധ്യയിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട കന്യകാ മേരിയോട് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട ദർശനത്തിൽ പറഞ്ഞു, മറിയമേ, നീ ഭാഗ്യവതിയാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൾ ചോദിച്ചു,